നേന്ത്രപ്പഴം നന്നായി പഴുത്തുപോയോ? നല്ല പഴുത്ത കറുത്ത പഴം കൊണ്ട് നല്ലൊരു അടിപൊളി പഴക്കേക്ക് ഉണ്ടാക്കിയാലോ? അതിനായിട്ട് ഞാൻ നന്നായി പഴുത്ത 4 നേന്ത്രപ്പഴം എടുത്ത് നടുമുറിച്ച് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട്. അത് അല്പം നെയ്യ് ഒഴിച്ച് ഒന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുത്താലാണ് ഇതിന് ടേസ്റ്റ് കൂടുക. ഇനി അതിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. പാകത്തിന് പഞ്ചസാരയും ഏലക്ക പൊടിച്ചതും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നേന്ത്രപ്പഴം കൂടുതൽ എടുക്കുകയാണെങ്കിൽ മുട്ടയും കൂടുതൽ എടുക്കണം. ഇനി ഒരു പാൻ ചൂടാക്കി ഗീ ഒഴിച്ച് കൊടുത്ത് അണ്ടിപ്പരിപ്പും കിസ്മിസും മൂപ്പിച്ചെടുക്കാം. കുറച്ച് മൂത്ത അണ്ടിപ്പരിപ്പും കിസ്മിസും മാറ്റി വെച്ച് ബാക്കിയിലേക്ക് നമ്മുടെ പഴം മുട്ട മിക്സ് ഒഴിച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം പാന് വെച്ച് കൊടുക്കാൻ. ഫ്ലെയിം കൂട്ടി വെച്ചാൽ അടി കരിഞ്ഞു പോകും. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 8 മിനിറ്റിന് ശേഷം മുകളിൽ മുഴുവനായി വെന്ത് കഴിയുന്നതിന് മുമ്പ് തുറന്നിട്ട് ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും കിസ്മിസും ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് അണ്ടിപ്പരിപ്പും കിസ്മിസും ചേർത്ത് കൊടുത്താൽ ഇത് ഇളകി പോരില്ല, അത് അവിടെ പിടിച്ച് നിൽക്കും. അപ്പോൾ കാണാനും നല്ലൊരു ഭംഗിയായിരിക്കും. ഇനി ഇത് വീണ്ടും അടച്ചു വെച്ചിട്ട് ബാക്കി സമയം കൂടി വേവിച്ചെടുക്കണം. എന്തായാലും ഒരു 20 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇത് പെട്ടെന്ന് വെന്ത് വരും. കാരണം മുട്ടയാണല്ലോ, അധികം വേവൊന്നും ഉണ്ടാവില്ല. ഇപ്പം നമ്മുടെ പഴക്കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഒരു അല്പം തണുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒരു പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ട് മറിച്ചിട്ടെടുക്കണം. അതിനു മുമ്പ് ഞാൻ അതിൻ്റെ അരികൊക്കെ ഒന്ന് വിടർത്തിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിതൊരു പ്ലേറ്റിലേക്ക് മറിച്ചിട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ അടിയിൽ നിങ്ങൾ കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, ഒട്ടും കരിഞ്ഞു പോയിട്ടില്ല. എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും നമുക്കിത് ഒരു ഈവനിങ് സ്നാക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല ടേസ്റ്റിയാണ്. ഇനി ഇതുപോലെ നന്നായി പഴുത്തുപോയ പഴം വീട്ടിലിരിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് പ്ലീസ്. താങ്ക് യു ഫോർ വാച്ചിങ്.